പറയുന്നത്? മോനെ, അപ്പൂപ്പൻ ഒരു കല്യാണത്തിന് പോയിട്ട് വരുന്ന വരിയാണിത്. കല്യാണമോ? എന്താ അപ്പൂപ്പായി കല്യാണം? കടുവ ചോദിച്ചു. അപ്പോൾ ആ പൂജാരി പറഞ്ഞു, മോനെ, ആണും പെണ്ണും കൂടെ ഒരുമിച്ച് ജീവിക്കുന്നതാണ് കല്യാണം. ഓ, അപ്പോൾ എനിക്കും ഒരു കല്യാണം കഴിക്കണം അപ്പൂപ്പ. അപ്പോൾ പൂജാരി പറഞ്ഞു, എന്നാ ശരി, നീ 2 രാത്രി കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ വാ. ഞാൻ നിനക്കൊരു സുന്ദരി പെണ്ണിനെയും കൂടെ ഒരു കല്യാണം നടത്തിക്കാം. വീട്ടിലെത്തിയപ്പോഴേക്കും പൂജാരി നാട്ടുകാരെ വിളിച്ച് ഒരു വലിയൊരു കൂടുണ്ടാക്കി. കടുവ വരുന്നതും കാത്തിരുന്നു. രാവിലെ ആയപ്പോൾ കടുവ വന്നു. അപ്പൂപ്പ, ഞാനിങ്ങെത്തി. അപ്പൂപ്പൻ വെളിയിലിറങ്ങാൻ പേടിച്ചു. നീ എത്തിയോ? ഞാൻ കല്യാണം നടക്കാനുള്ള ചില മന്ത്രങ്ങൾ ചൊല്ലുകയാണ്. കൂട്ടിൽ കയറി വാതിലടച്ചു കിടന്നു. ഇത് കല്യാണത്തിനൊരു ചടങ്ങാണ്. അപ്പോൾ അതിനെന്താ അപ്പൂപ്പ, ഞാൻ ഇപ്പൊ തന്നെ കൂട്ടിൽ കയറാമല്ലോ. അപ്പോഴേക്കും കടുവ കൂട്ടിൽ കയറി. അപ്പോൾ അവിടെയുള്ള നാട്ടുകാർ കൂടുമടച്ചും കടുവയെ എടുത്തുകൊണ്ട് പോയി വെള്ളത്തിയിട്ടു. അപ്പോൾ വെള്ളത്തിയിട്ടപ്പോൾ കടുവ പറഞ്ഞു, കല്യാണം കഴിക്കാൻ ഇത്ര പാടുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. എനിക്ക് കല്യാണം വേണ്ടേ കടുവ. അവസാനം കാട്ടിൽ കൂടെ ഒരു പെൺകടുവ പോയി. പെൺകടുവ പറഞ്ഞു, ഏതോ നീന്തറിയാത്ത ഒരു കടുവച്ചാരാണ്, രക്ഷിച്ചേക്കാം. പെൺകടുവ വെള്ളത്തിലേക്ക് ചാടി കടുവയെ രക്ഷിച്ചു. അപ്പോൾ കടുവ പറഞ്ഞു, നീ എന്നെ രക്ഷിച്ചില്ലേ, എനിക്ക് എന്നെ കല്യാണം കഴിക്കണം, നിന്നെ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പെൺകടുവ പറഞ്ഞു, എനിക്ക് സമ്മതം. അങ്ങനെ കടുവ പിന്നീട് പറഞ്ഞു, ആ പൂജാരി അപ്പൂപ്പന്റെ മന്ത്രം കൊണ്ടാണ് നമ്മളെ കല്യാണം നടന്നത്. ആ പൂജാരി അപ്പൂപ്പനെ കൂട്ടിലാക്കി വിട്ടത് കൊണ്ടല്ലേ